ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ. ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. പള്ളുരുത്തി EK നാരായണൻ സ്ക്വയർ പുനർനിർമ്മാണോദ്ഘാടനം KJ മാക്സി MLA നിർവഹിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് പുനർനിർമ്മാണം നടത്തുന്നത്. പള്ളുരുത്തി EK നാരായണൻ സ്ക്വയറിന്റെ പുനർനിർമ്മാണോദ്ഘാടനം നടന്നു. പള്ളുരുത്തിയിലെ പ്രധാനപ്പെട്ട ഓപ്പൺ സ്പേസുകളിലൊന്നായ EK നാരായണൻ സ്ക്വയർ ആധുനിക രീതിയിൽ ദൃശ്യ രൂപഭംഗി വരുത്തി നവീകരണ പദ്ധതിക്കുള്ള തുടക്കമാണ് കുറിച്ചത്. 2 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചി കപ്പൽശാലയുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നത്. ഓപ്പൺ സ്റ്റേജ്, മെച്ചപ്പെട്ട ലൈറ്റിംഗ് സംവിധാനം, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ചുറ്റുമതിൽ എന്നിവയാണ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിർമ്മാണോദ്ഘാടനം KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച സമരങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തിയ ഒരാളാണ് EK. പാലിയം സമരത്തിന് നേതൃത്വം കൊടുത്ത് പള്ളുരുത്തിയിൽ പോയിട്ടുള്ള ആളാണ്. പാലിയം സമരം നമുക്കറിയാം. ക്ഷേത്രപ്രവേശന സമരങ്ങളുടെ ഏറ്റവും അവസാനം ഉണ്ടായത് നമ്മുടെ ജില്ലയിലുണ്ടായതാണ് പാലിയം സമരം. ആ സമരത്തിലേക്ക് പള്ളുരുത്തിയിൽ നിന്ന് ജാഥ നയിച്ചു പോയി അതിന് നേതൃത്വം കൊണ്ട് അവരെ പങ്കുവഹിച്ചിട്ടുള്ള EK കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംബന്ധിത നേതാവായി കൊച്ചിയിൽ പ്രവർത്തിച്ച് കൊച്ചി നഗരസഭയുടെ മേയറായി ഒരു പ്രവർത്തിച്ചാണ് സഹായിക്കുക. EKയുടെ പേര് പള്ളുരുത്തിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ പേരിനോട് സാമ്യമുള്ള ആ സ്ഥലത്ത് ഒരു സാംസ്കാരിക കേന്ദ്രം, ജനങ്ങൾക്ക് ഒരു ഇടം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. 2010 ഈ EK സ്ക്വയർ തുടക്കം കുറിക്കുന്നത്. അന്നത്തെ കൗൺസിലർ സുനിൽകുമാർ മുതൽ ഇങ്ങാടുള്ള കൗൺസിലർമാരെല്ലാവരുടെയും ഇതിന് നല്ല ഇടപെടലുണ്ടായിരുന്നു. ഇപ്പൊ സുധീർ നഗരസഭാ കൗൺസിലർ CR സുധീർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. EK സ്ക്വയറിന്റെ പുനർനിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ശില്പി എന്ന് പറയുന്നത് ഇവിടുത്തെ കൗൺസിലറായ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ CR സുധീറാണ്. അദ്ദേഹത്തിനൊരു നല്ല കയ്യടി നിങ്ങൾ നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഈ പദ്ധതി വിജയപ്രദമാക്കുന്നതിന് പിന്നിൽ പല പരിപാടികളിലും പിന്തുണയ്ക്കുന്നത് പോലെ തന്നെ ഈ പരിപാടിയിലും പിന്തുണച്ച അവർ തന്നെ ഇടയ്ക്ക് പറയാറുണ്ട്, മേയർ ഇസ് പാർട്ട് ഓഫ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഫാമിലി എന്നാണ് ചെയർമാൻ സ്ഥിരം പറയുന്നത്. ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒരു കുടുംബാംഗമാണ് എന്ന എല്ലാ മീറ്റിംഗിലും. ഡെപ്യൂട്ടി മേയർ K അൻസിയ മുഖ്യാതിഥിയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CA ഷക്കീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CD വത്സലകുമാരി, നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ J സനൽമോൻ, ടാക്സ് അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാലിനി കുറുപ്പ്, വിദ്യാഭ്യാസ കായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത്, കൊച്ചി കപ്പൽശാല CSR ഹെഡ് PN സമ്പത്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗതം ആശംസിച്ചപ്പോൾ സുധീറേട്ടൻ സൂചിപ്പിച്ചു, നമ്മളൊരു ജനപ്രതിനിധിയായി ആദ്യമായാണ് ഒരു കൗൺസിലിൽ തുടക്കം കുറിക്കുന്നത്. എങ്കിൽ പോലും എല്ലാ ബഡ്ജറ്റിലും 4 വർഷക്കാലം അവതരിപ്പിച്ച ബഡ്ജറ്റുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബഹുമാന്യനായിട്ടുള്ള മേയറിന്റെ എല്ലാവരെയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂട്ടിയിണക്കി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മൂലം നമുക്ക് എല്ലാ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്ന് ജനങ്ങൾ അന്ന് ആലോചിച്ച ഘട്ടത്തിലുണ്ടായിരുന്ന പല നിർമ്മാണങ്ങളും ഇപ്പോൾ കാലോചിതമായി പുതുക്കേണ്ടത് ആവശ്യമായതിനെ തുടർന്ന് കൊച്ചിയുടെ ബഹുമാന്യനായ മേയർ M അനിൽകുമാറിന്റെ പ്രത്യേക താല്പര്യപ്രകാരം പള്ളുരുത്തിയിലെ ജനപ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും EK സ്ക്വയർ എന്ന പേരിൽ പള്ളുരുത്തിയിലെ തന്നെ കലാ സാംസ്കാരിക കേന്ദ്രമായി ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 10 വർഷത്തിലേറെയായി ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.